guys, welcome to my channel. New വീഡിയോയിലേക്ക് സ്വാഗതം. ജാലിയൻവാലാ ബാഗിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം ഞങ്ങൾ നേരെ പോയത് ഗോൾഡൻ ടെമ്പിളിലേക്കാണ്. പകൽ സമയം നല്ല തിരക്കാണ് ഇവിടെ. ഞങ്ങൾ പോയ സമയം നല്ല ചൂടായിരുന്നു. മാർബിളിൽ ചവിട്ടുകയാണെങ്കിൽ കാല് പൊള്ളും. അതുകൊണ്ട് ഞങ്ങൾ കാർപ്പറ്റിലൂടെ തന്നെ നടന്നു. കാല് കഴുകിയതിനു ശേഷം അകത്തേക്ക് പ്രവേശിക്കുകയാണ്. പകൽ സമയത്തുള്ള ഗോൾഡൻ ടെമ്പിളിൻ്റെ ഭംഗി വേറെ ഒന്നാണ്. രാത്രി നാം കണ്ടതുപോലെയല്ല. നല്ല തിരക്കാണ്. ഗോൾഡൻ ടെമ്പിളിന് അകത്തേക്ക് പ്രവേശിക്കാൻ പോലും വളരെയധികം ക്യൂ നിന്ന് വേണം അകത്തേക്ക് പ്രവേശിക്കുവാൻ. ഗോൾഡൻ ടെമ്പിളിന് അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാത്തവർ ഗോൾഡൻ ടെമ്പിളിന് അഭിമുഖമായി ഇരുന്ന് പ്രത്യേകം പ്രാർത്ഥന ചെയ്യുകയാണ്. പകൽ സമയത്ത് നല്ല ചൂടാണ്. എന്തുകൊണ്ടും തലേ ദിവസം രാത്രി വന്ന് ഗോൾഡൻ ടെമ്പിൾ നന്നായി കാണുവാൻ കഴിയും. ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്തതിന് ശേഷം അധികമൊന്നും ഇവിടെ കാണാൻ നിന്നില്ല. ഞങ്ങൾ തിരികെ റൂമിലേക്ക് പോയി. ഞങ്ങൾ ലഗേജുമായി പോകുന്നത് കണ്ട് പഞ്ചാബികൾ ഞങ്ങൾക്ക് ടാറ്റയും ബൈബയും പറയുകയാണ്. വാഹനത്തിലേക്ക് പോകുവാൻ കുറച്ചധികം നടക്കേണ്ടി വന്നു. ഞങ്ങളുടെ കൂടെയുള്ള ടീംസും അവിടെ വഴിയരികിൽ നിൽക്കൊണ്ട് തുടർന്ന് ഞങ്ങൾ ഒരുമിച്ച് വാഹനത്തിനടുത്തേക്ക് നടന്നു. തുടർന്ന് ഞങ്ങൾ എല്ലാവരും വാഹനത്തിൽ കയറി അടുത്ത സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു. 2 വണ്ടികളിലായിട്ടായിരുന്നു ഞങ്ങളുടെ യാത്ര. കുറച്ചധികം പേർ മറ്റൊരു വണ്ടിയിലായിരുന്നു. വണ്ടിയിലെ യാത്ര ഞങ്ങൾക്കൊരിക്കലും മറക്കാൻ കഴിയുകയില്ല. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. ഡാൻസും പാട്ടുമായി നന്നായിട്ട് തന്നെ ഞങ്ങൾ ചിലവഴിച്ചു. ലഞ്ച് ടൈം ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കുവാനായി അമൃത്സറിലെ ഒരു ഫേമസ് റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നത്. ഫിഷ് ഫ്രൈക്ക് പുറമെ ചിക്കൻ്റെയും മട്ടൻ്റെയും വിവിധതരം വിഭവങ്ങളും ഇവിടെ ലഭ്യമാണ്. ധാരാളം ആളുകൾ ഈ റെസ്റ്റോറൻറ്റിൽ കടന്നു വരുന്നുണ്ട്. അമൃത്സറി ഫിഷിൻ്റെ യഥാർത്ഥ രുചി അറിയണമെങ്കിൽ തീർച്ചയായും ഈ റെസ്റ്റോറൻറ്റ് സന്ദർശിക്കണം. മഖൻ ഫിഷ് എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ബാക്കിയെല്ലാം വിശേഷം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.